പുതുവൈപ്പിലെ LPG സംഭരണ കേന്ദ്രം സംബന്ധിച്ച ജനങ്ങളുടെ ആശങ്ക പരിശോധിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ച പശ്ചാത്തലത്തിലാണ് തുടർ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സമരസമിതി യോഗം ചേർന്നത്. സർക്കാർ നിയോഗിക്കുന്ന സമിതിക്ക് പ്ലാന്റ് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. സമിതിയുടെ റിപ്പോർട്ട് വരും വരെ നിലവിലെ സമരം തുടരും. പുതുവൈപ്പിൽ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സമരസമിതി തീരുമാനിച്ചു. IOCയുടെ LPG സംഭരണ കേന്ദ്രം പുതുവൈപ്പിൽ നിന്നും പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതുവരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകണം എന്ന് പറയുന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക അനുമതിയുടെ നിബന്ധനകൾ കമ്പനി ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തുന്ന വിദഗ്ധ സമിതിയുമായി സഹകരിക്കുവാനും സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ജംഗ്ഷനിൽ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച DCP യതീഷ് ചന്ദ്രയ്ക്കെതിരെ നടപടിയുണ്ടാകാത്ത പക്ഷം ആ വിഷയം ഉന്നയിച്ച് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങും. LPG സംഭരണ കേന്ദ്രത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിലേക്ക് എളങ്കുന്നപ്പുഴയ്ക്ക് പുറമെ മറ്റ് പഞ്ചായത്തുകളെ കൂടി അണിനിരത്തുന്നതിനുള്ള ശ്രമങ്ങളും ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.